മേതുട്ടി 2 ഞെട്ടിക്കൽ ബിരിയാണി തരുമോ? രാവിലെ ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ, അഡ്വാൻസ് എല്ലാം കൊടുത്തു വെച്ചതാണ് നമ്മള്. എനിക്ക് 2 തന്നു, ഞാൻ 4 ഓർഡർ ചെയ്തേ. എന്റെ പൊന്നെ പ്രിയ, എനക്ക് കിട്ടി പോതിച്ചു, നിനക്ക് കിട്ടിയാ? നിനക്ക് കിട്ടിയില്ലല്ലോ ഏട്ടാ. ആ പിന്നെ കൊറേ ഓർഡർ ഉണ്ടാ? കൊറേ ഞെട്ടിക്കല്. അതെയാ, ഇത് ഫുള്ള് ബിരിയാണി ആന്നിട്ട് ഇന്ന് കൊറേ എത്ര ബിരിയാണി അടിച്ചു വെച്ചിട്ട് ഫുള്ള് ഞെട്ടിക്കല് ബിരിയാണി. ഇന്ന് രാവിലെ തന്നെ ആൾക്കാർ ഭയങ്കര തിരക്കിലാട്ടോ ഞെട്ടിക്കല് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കല്ല, ഞാനെല്ലാം പൈസ രാവിലെ കൊടുത്തിട്ടുണ്ടായിനി, 100 റുപ്യ അഡ്വാൻസ് കൊടുത്തിനി, ബാക്കി പൈസ പിന്നെ തരാമെന്നാ പറഞ്ഞു. അപ്പം അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പിന്നെ ഒരു സ്ലൈം വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഈ സ്ലൈം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ 50 രൂപേൻ്റെ ഒരു സ്ലൈമാണ് വാങ്ങില്ല, ആ ചെറിയൊരു ബോട്ടിൽ 40 രൂപ അത്രയാണ് കിട്ടുന്നത്. പക്ഷേ ഇത് ലാസ്റ്റ് ചെയ്ത് ഒറ്റ സ്ലൈം എന്നിട്ട് ഇത് ഒരുപാട് എന്ന് വെച്ചാൽ ഇതിന്റെ കളറും ഇതെല്ലാം കൂള് ഇതാക്കി എനിക്ക് ഒന്ന് 1-2 ആഴ്ച 1 മാസത്തിന് എടുക്കാല്ലേ പ്രിയ? ഇത് ഇങ്ങനെയല്ല കേട്ടോ, ഓറഞ്ച് ഉണ്ടായത് ഇവരെന്തുകൊണ്ടെടുത്ത് പേപ്പറില് ന്യൂസ് പേപ്പറിൽ വെച്ചിട്ട് ഇതിന് പ്രിന്റ് എടുക്കാന്ന് വെച്ചാൽ അതിന്റെ കളർ വെച്ച് കളറല്ലേ. ഇത് ഭയങ്കര എന്താണ് പരിപാടി എടുക്കുന്നത്? ഇത് നമ്മളിപ്പോ പുറത്തേക്ക് പോയിട്ട് മേതൂട്ടിന്റെ ഡാൻസ് ഉണ്ട്, സമയമായി ഓൾറെഡി. മേതൂട്ടിന്റെ ഡ്രസ്സിങ് ഇതെല്ലാം എങ്ങനെയുണ്ട് നോക്കിയെന്ന് എല്ലാവരും എങ്ങനെയുണ്ട് അഭിപ്രായം പറയാം. അതെനിക്ക് കിട്ടുമോ? ടാഗ് ചെയ്യാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം മണിക്കൂർ അതിന്റെ അടക്കം എന്തോ ചെറിയൊരു പരിപാടി നമുക്ക് പെട്ടെന്ന് കാണിക്കണം, നമ്മള് സമയമില്ല. എന്താണ് പരിപാടി? എന്താ പരിപാടി മണി? വേഗം പറ. എന്നാ ഇവിടെ ആവുന്നു ഒന്നും പറയില്ല. എന്താ പെട്ടെന്ന് എന്തോ ഇവനെ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. ഇത്രയും ചിക്കനാ? ഓ മൈ ഗോഡ്. ഇത് മണിക്കൂറിന് എടുത്തെന്ന് രാവിലെ എന്തോ ഒരു റെസിപ്പി ഇൻസ്റ്റാഗ്രാമിൽ കണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടല്ലേ മണിക്കൂട്ട? ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് പെട്ടെന്നാക്കുന്ന അമ്മാമ്മയും മോനും കൂടിയിട്ട്. അമ്മാമ്മ ഹെൽപ്പർ നോക്കിയതാ, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി അരച്ചു കൊടുത്തിട്ട് ഇവർ രണ്ടാളും കൂടി എന്നാ ആവല് എങ്ങനെ ആവലെന്നെല്ലാം. ഈ ഫോൺ തരൂല, ഈ ഫോണിലാണ് നമ്മളിപ്പം വ്ളോഗ് പിടിക്കുന്നത്. പേജ് പറഞ്ഞു കൊടുക്കണം പോലും, അപ്പോൾ കണ്ട പേജ് മറന്നുപോയി. അമ്മാമ്മയാണ് കേട്ടോ സഹായി. അമ്മാമ്മ ഇവിടെ ആക്കി വെക്കുക, നമ്മൾ വന്നിട്ട് കഴിക്കുക, എന്നിട്ട് അഭിപ്രായം എനക്ക് ഒന്ന് ചിക്കൻ ഇതെല്ലാം വേസ്റ്റ് ആവുമോ? ഇവൻ മണിക്കൂട്ടിന് ഇപ്പൊ ഓരോരോ പരീക്ഷണങ്ങൾ കേട്ടാ ഇൻസ്റ്റാഗ്രാമിലും ഇതെല്ലാം കണ്ടിട്ട് ഓരോ പരീക്ഷണ പേജാ. ഇനിയിപ്പോ ഇത് ഓഫാക്കിയിട്ട് വേണം നമ്മൾ പേജ് കണ്ടുപിടിക്കാൻ. എന്താ ചെയ്യാ, ഇങ്ങനെ അവസ്ഥ. നമുക്ക് സമയം പോയത് കേട്ടോ. നമ്മൾ ഏതായാലും നമ്മൾ പോയി മണിക്കൂട്ടാ, ഞാൻ പേജ് പറഞ്ഞുതരാം ഇപ്പോൾ. ഓക്കെ, നമുക്ക് സമയം വൈതു ഗൈസ്. ഇപ്പൊ 11:30 മേതൂട്ടിക്ക് ക്ലാസ്. ഇപ്പൊ നമ്മൾ 10 മിനിറ്റ് ബാക്കിയില്ല. വേഗം പോണം. ബാ മേതൂട്ടി, ഓടിപ്പോയാ വേഗത്താ. വേഗത്തണോ? കമ്മലോക്ക് താങ്ങാൻ പറ്റുന്നുണ്ടോ? കമ്മല് അമ്മേന്റെ കമ്മലെടുത്ത് ഇട്ടിട്ട് നോക്കിയാ ഒരു രക്ഷയുമില്ല. എന്നോട് പറഞ്ഞത് ഇത് തന്നെ വേണമെന്ന്. വേദന എടുക്കുന്നുണ്ടാ? അമ്മേന്റെ കമ്മലെടുത്ത് ഇട്ടത്. വേദന എടുക്കുന്നുണ്ടെ കഴിച്ചു വെക്കണേ. നമ്മൾ ഇവിടുന്ന് ഡാൻസിന് കൊണ്ടാക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പം കൂട്ടിയിട്ട് വന്നു അല്ലേ? അതിന്റെ ഇടക്ക് നമ്മള് വേറെന്തല്ലോ തിരക്കായിട്ട് വിട്ടുപോയി. തിരക്കൊന്നല്ല, മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ. നമ്മൾ പിന്നെ വീഡിയോ എടുത്തില്ലല്ലേ, ഞാൻ മറന്നു. തിരിച്ച് കൊണ്ടുവന്നു. ക്ഷീണായിട്ട് ഇരിക്കാൻ തുടങ്ങിയ ആള് നല്ലോണം ഡാൻസ് കളിച്ച് എന്റെ മോള് വേർത്തൊന്ന് കലക്കിയിട്ട് എന്തെങ്കിലും എടുക്കട്ടെ. ഹോർലിക്സോ ബൂസ്റ്റോ എന്താണ്? അല്ല ഏടിയോ ഒരു ചിന്ത ലോകത്തെ ഇല്ലല്ല, എന്തെങ്കിലും ഒന്ന് പറ. നല്ലോണം ക്ഷീണായി പോട്ടെ ഇന്ന്. പക്ഷെ ഓളൊരു ചെറിയൊരു ക്ലിപ്സ് വീഡിയോ ഡാൻസ് കളിച്ചതിന്റെ ഒരു ക്ലിപ്പെല്ലാം അയച്ചു തന്നെ. അടിപൊളിയായിട്ട് കളിച്ചു എന്നല്ല പറഞ്ഞത്. പഠിക്കുന്ന എത്രയായിട്ടാ മേതൂട്ടി? അത്രയായിട്ട് ഇപ്പം ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 3-4 മാസം. 3-4 മാസം ആയില്ല അല്ലേ? ഈ വെക്കേഷൻ അല്ലേ ഇതിപ്പോ? ജൂൺ ജൂലൈ അതിലും അത്രേ ആയിട്ടുള്ളൂ. ഈ ജൂണിലെ ശരിക്കും തുടങ്ങിയത്. അതിനു മുമ്പ് ഇവര് പ്രോഗ്രാമിന് വേണ്ടി പോയതല്ലേ? അതെ അല്ലേ. അപ്പൊ 1-2 മാസം ആയിട്ടേ ഇല്ലൂ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഒന്നും മടിയില്ലാണ്ടെല്ലാം പോകുന്നുണ്ട്. ഇനി എപ്പം മടി വരുമോ ഇല്ലയോ ഒന്നുമില്ല. ഇപ്പൊ വേറെ എന്തോ ചിന്തയിലില്ല, എന്താണെന്ന് അറിയില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം ആ ഫോണൊന്ന് കാണാൻ. വേറെ നീ ചിന്തിക്കേണ്ട ഫോണുണ്ട് ബാക്കിൽ. എന്റെ കള്ളത്തി പാറു ഇതാകണ്ട ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ജിബി സാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണേ ക്ലാസ്. അല്ല അപ്പൊ അങ്ങനെ നമ്മ മണിക്കൂട്ടൻ എന്തോ സ്പെഷ്യൽ ആക്കി വെച്ചിരിക്കും. നമ്മൾ വരുമ്പേക്ക് ഇങ്ങനെ എല്ലാ ദിവസവും ആക്കി വെക്കണം മണിക്കൂട്ടാ. നമ്മൾ പോയി വരുമ്പേക്ക് നല്ല നല്ല ഇൻസ്റ്റാഗ്രാം അല്ല പ്രിയേ, ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ട് നല്ല നല്ല റെസിപ്പി എല്ലാം എടുക്കുക.
എന്ത് മണിക്കൂട്ടി ഇങ്ങോട്ട് പറയട്ടെ ശരിയല്ല എന്തൊരു പന്തികേടിന്റെ പോലെ ഉണ്ടല്ല ഇല്ലല്ല അതേപോലെ തന്നെ ഉണ്ടാക്കി റെസിപ്പി പറഞ്ഞ പോലെ തന്നെയാ അല്ല അതിൽ എന്തായാലും നീ ഉണ്ടാക്കിയില്ലേ ഫസ്റ്റ് അറ്റംപ്റ്റാ അതെയല്ലേ ആയിക്കോട്ടെ ഞാൻ ഇവരോട് ചോദിക്കുകയും ചെയ്തു പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ പെരിഞ്ചീരകം പൊടിച്ചാൽ മതി പൊടിക്കണം അതാ എനിക്കറിയില്ല അത് അമ്മ കുടിക്കുമായിരുന്നു ഏതായാലും നമുക്ക് ഏതെല്ലാം പോട്ടെ നമ്മുടെ മണിക്കൂട്ടന്റെ ഫുഡ് നോക്കാം മണിക്കൂട്ട ഇത് സ്പെഷ്യൽ ഉണ്ട് എടാ ഈ കരിഞ്ഞ മത്തിയാടാ ഇതിന്റെ സ്പെഷ്യല് ഞാൻ മറ്റേ ഇതിന്റെ പാത്രം ഇങ്ങനെ ഓ മൈ ഗോഡ് ഇതും കരിഞ്ഞിട്ടാ ഇതെങ്ങനെയുണ്ട് മേതോട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കിയാ ഒന്നുമില്ല ഇനി ഉണ്ടാക്കിയതിനെ അപ്രീഷിയേറ്റ് ചെയ്യും ആദ്യം അല്ലേ വെരി ഗുഡ് വെൽ ഡൺ വെൽ ഡൺ വെൽ ഡൺ കൊടുത്തു ഓ മൈ ഗോഡ് എങ്ങനെയുണ്ട് പ്രിയ ഇനി മേതൂട്ടി കഴിച്ചോട്ടെ മേതൂട്ടി എനിക്ക് കഴിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ ഒരു ചിക്കൻ ഫ്രൈ പോലെ ഫ്രൈയും അല്ല പക്ഷെ വെന്തിട്ടും ഉണ്ടല്ലോ കഴിക്കുന്ന മുമ്പേ മൂ ആക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി മണിക്കൂട്ടാ ഇതുപോലത്തെ അടിപൊളി കേട്ടാ സംഭവം മോശമില്ല ഫസ്റ്റ് ആയിട്ട് പിന്നെ ഉണ്ടാക്കുന്നില്ലേ അടിപൊളി സാധനം മണി ഇതുപോലെ തന്നെ ഇനി എപ്പോഴും ഉണ്ടാക്കാം ഇടക്കിടക്ക് അമ്മക്ക് എന്ന പണി സന്തോഷ പ്രകടനം അമ്മ കഴിച്ചോ ഇവന്റെ ചിക്കൻ അമ്മ എടുത്തു അമ്മമ്മ ഭയങ്കര വർത്താനല്ല അമ്മന്ന് ഫോൺ വിളിച്ചോണ്ട് നല്ല സംസാരമായിട്ട് അമ്മമ്മ അപ്പം മണിക്കൂട്ടന്റെ ഇത് കഴിക്കുമോ അമ്മ അടിപൊളി നല്ല രസമുണ്ട് നല്ല പാകത്തിന് ഉപ്പും പാകത്തിന് നല്ല എരിവും എല്ലാം കൂടിയിട്ട് അന്നാ അത് മണിക്കൂടെ നീ തന്നെ ആക്കിട്ട് നീ തന്നെ തിന്നണേ എല്ലാവർക്കും വെച്ചേക്കണ്ടേ അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ നമ്മള് ഇനി ആ ടേസ്റ്റ് അറിഞ്ഞിട്ട് ഇനിയിപ്പോ കുറച്ചും കൂടി എടുത്ത് കഴിക്കണം നമുക്ക് നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ് അമ്മമ്മ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരേ വർത്താനം പറയുമ്പോഴത്തേക്ക് അടിപൊളി ഇപ്പൊ എന്തിനു കാരണം എന്ത് അപകടത്തിനും എല്ലാത്തിനും കാരണം ഫോണാണ് കേട്ടാ എല്ലാത്തിനും എനക്കും ഇതുപോലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി ഇതുപോലെ ഞാൻ ഇങ്ങനെ വണ്ടി എടുത്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ അങ്ങനെ എല്ലാത്തിനും ഇപ്പൊ ഫോണ് വളരെ മിതമായിട്ട് ഉപയോഗിക്കാം അഡ്വാൻറ്റേജ് ഉണ്ട് ഡിസഡ്വാൻറ്റേജ് അത് ഉപയോഗിക്കുന്നത് പോലെ ഇരിക്കും അത് ശരിയാ അല്ലാണ്ട് ഫോണിന് ദോഷം നമ്മൾ പറയാൻ പറ്റില്ലല്ലോ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഞാൻ അങ്ങനെ മൊത്തമായിട്ട് ആവശ്യത്തിന് സാഹചര്യം നോക്കിയതായി അപ്പൊ ഏതായാലും നമ്മള് ഇവിടെ അല്ലെങ്കിൽ ഇതെല്ലാം അടിച്ച് പെരുമാറുന്നുണ്ട് നമ്മളെ ചിക്കൻ പീസ് വെച്ച് തീരും നമ്മള് ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പൊ നമ്മള് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ഇപ്പം ഒന്ന് പയ്യന്നൂരോട്ട് ഇന്ന് കുറച്ചധികം കഴിച്ചു ഭക്ഷണം ഇന്ന് മണിക്കൂട്ടന്റെ സ്പെഷ്യൽ ഇല്ലോണ്ട് കുറച്ചധികം കഴിച്ചിട്ട് അല്ലെങ്കിലേ എനിക്ക് വണ്ടി കയറി ഉറക്കുണ്ട് ഇനിയിപ്പോ മണീന്റെ ഭക്ഷണം കഴിക്കണമെന്നൊന്നുമില്ല അല്ല മണി ഉറങ്ങി ഇനിയിപ്പോ മേതൂട്ടിന്റെ ഡാൻസ് കഴിഞ്ഞു ഇനി മണിക്കൂട്ടന്റെ ആണ് അപ്പൊ മണിക്കൂട്ടന്റെ ഡാൻസിന് കൊണ്ടാക്കും ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടം ആയിരിക്കും കേട്ടോ ഞായറും ശനി ലീവില് 2 ദിവസം നമുക്ക് ഒരേ ഓട്ടാണ് പിന്നെ ശനിയാഴ്ച ഇപ്രാവശ്യം എനിക്ക് ലീവില്ല എനിക്ക് ലീവ് പാടില്ല നീ എപ്പോഴും എന്തിനാ ലീവ് ഒരു അരമണിക്കൂർ വീട്ടിൽ കഴിഞ്ഞാല് ഫോണാണ് അങ്ങനെയല്ല നമുക്ക് ലീവില്ലാന്ന് പറഞ്ഞു ഇവർക്ക് ഒരു ഫ്രീ ടൈം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ ഫോണ് എന്ന് പറഞ്ഞാൽ ഫോണാണ് ഇതിപ്പം കൊണ്ടുപോകുന്നോണ്ട് കുറച്ച് സമയം അങ്ങനെ പോവല്ല ഇനി ഇന്ന് മേതൂട്ടിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട് ഫാൻസി പോയിട്ട് എന്താ മേടിക്കണ്ട മേതു അപ്പൊ അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ പാദസരം ഇവക്ക് ഒന്നാടി ഉണ്ട് എന്നിട്ട് ഇവള് പറഞ്ഞു എനിക്ക് പാദസരം വേണം വെള്ളിക്കാൻ നല്ല പൈസ ഇപ്പം അതെ
മറ്റേ കമ്മൽ പിടിക്കുന്ന പോലെയല്ല അത്. ഫാൻസിയാ ചോദിക്കുന്നിപ്പോ. ഫാൻസിയിലെ അമ്മ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേഗം കളർ പോവില്ലേ അത്. നോക്കാം നമുക്ക് ഉണ്ടോന്ന് കേട്ടാ. ഉറങ്ങാട്ടെന്നാ നോക്കും. പിന്നെ ലക്ഷറിയാ ഒരാളെയും കൂട്ടിയിട്ട് നമ്മള് ഫാൻസി കയറി. ഫാൻസിയിൽ സാധനം മേടിക്കാനാ കേറിയിനി. അപ്പൊ ആടുന്ന് മേടിച്ച സാധനം കണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് മറഞ്ഞു നിന്നിട്ട് തിന്നുന്നത് നോക്കിയേ കിൻഡർ ജോയ്. അതിലൊരു ഇത്തിരി കാണിച്ചാ ഒന്ന് കാണിച്ച അതിന്റെ ഇതൊന്ന് കാണിച്ച അതിന്റെ പാക്കറ്റ് ഒന്ന് കാണിക്കും മോളെ. കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും. ഇത് നോക്കിയേ കിൻഡർ ജോയിന്റെ പാക്കറ്റ് ഇത് ചോക്ലേറ്റിന്റെ. പല്ലുമില്ല, ഇതിലൊരു ഇത്തിരി ചോക്ലേറ്റ് ഉണ്ട്. നോക്കിയേ പല്ലിന്റെ കാര്യമൊന്നും പറയണ്ട, മൊത്തം പല്ലും കെട്ടു. ഓരോന്നോരോന്നായിട്ട് പൊടിയുന്നുണ്ട്. വെള്ളമല്ല നിനക്കിനി അടിയാന്ന്. അത് ആടെ നമ്മളാരും കണ്ടിട്ടോ ഫാൻസി കടയല്ലേ ചോക്ലേറ്റ്. സീനാട്ട് ചോദിച്ചു ഇവിടെ ചോക്ലേറ്റ് ഉണ്ടാവും. അപ്പഴത്തേക്ക് ഇവിടെ ആദ്യം കണ്ടുവച്ചത് അത്. അതെ എന്താ സാധനം അറിയാ, എല്ലാം അറിയാ. നോക്കിയത് മതി ആ പ്ലാസ്റ്റിക് നിന്നോ നീ. അങ്ങനെ എടുത്ത് ചേർക്കും. കുറച്ച് കഴിയുമ്പോ കവറും കാണൂല. എല്ലാ കുട്ടികൾക്കും അപ്പൊ ആയല്ലേ മണിക്കൂട്ടിനെ കൂട്ടേണ്ട സമയമായി. ഇവക്കൊരു സാധനം എടുക്കുമ്പോഴത്തേക്ക് മണിക്കൂട്ടനെ കൂട്ടേണ്ട സമയം. വെള്ളം എടുത്തേറിയാണ്. ഒരു മിനിറ്റ്. അപ്പൊ നമ്മള് മണീന്റെ ഡാൻസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. ഇനിയിപ്പം അടുത്ത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്വിമ്മിങ്ങിന്റെ പരിശീലനം ഉണ്ട് ഇന്ന് ക്ലബിന്റെ ആഭിമുഖ്യത്തില് വെച്ചത് അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറയല്. അപ്പം അവിടെ നമ്മുടെ അമ്പലക്കുളത്തിലാണ്. അപ്പോൾ ആടത്തേക്ക് വേണ്ടിയിട്ട് മണിക്കൂട്ടൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പിന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നീന്തലിന്റെ. ഇവന് സ്കൂളിൽ നിന്ന് പഠിച്ചതാണ്, ട്രെയിനിങ്ങെല്ലാം എടുത്തത്. അങ്ങനെ പെർഫെക്റ്റ് എന്താ അതാടെ പൈസയും കൊടുത്ത് 3-4 മാസം പഠിപ്പിച്ചിന് തോന്നുന്നു. എന്നിട്ടും കുളത്തിലേക്ക് ഇറക്കുമ്പോഴത്തേക്ക് കരക്കുന്നത് തുഴയുന്നത്രേ. എനിക്ക് ഇപ്പം മറ്റേ ഗ്ലാസ് ഇല്ലേ, എല്ലാരും പണ്ടെല്ലാം വെള്ളത്തിൽ ഇങ്ങനെ കണ്ണില് വെള്ളമായി കൂടാന്ന് എനിക്ക് ഇന്ന് ഗൂഗിൾസ് മേടിച്ചിട്ടാ വന്നത്. ഇത് ദേഷ്യം കൊണ്ട് പറയുന്നതാണ്. എന്താ വെച്ചാല് അമ്മയെ അവിടുന്ന് ഡ്രസ്സ് എടുക്കുമ്പോ ഞാൻ പറഞ്ഞു അമ്മയെ വാ പോവാനാന്ന്. എന്നിട്ട് അമ്മക്ക് അവിടുന്ന് കിട്ടിയിട്ട തായിലേക്ക് വന്നിട്ട് എന്നെ അച്ഛനും ഒരേ അമ്മയും മോനും ചെറിയ ദേഷ്യത്തിലാണ് കേട്ടാ. അത് ശരിയാവും. ഇപ്പൊ ഒരു ചെറിയ ദേഷ്യം ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ രണ്ടാളും കൂടി പിന്നെ അതങ്ങനെയല്ലേ അമ്മയും മക്കളും. അപ്പോൾ ഏതായാലും നമ്മള് ഇവരെ നീന്തൽ പരിശീലനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കൂട്ടുകാരെ. അപ്പൊ കുറച്ച് വൈകിട്ട് 5 മണി എപ്പോഴും പറയുന്ന പോലെ ഇപ്പൊ 5:30 അപ്പോൾ 5:30 നിങ്ങളവിടെ എത്തിക്കൂല. വീട്ടിന് തൊട്ട് 2 സെന്റിമീറ്റർ ഇല്ല വീട്ടിൽ നിന്ന് അങ്ങോട്ട്. എന്നാലും 5:30 ആവും. അപ്പൊ ഇത് മെസ്സി ഇറങ്ങിയിട്ടുണ്ടേ, പിന്നെ നെയ്മർ. കൈ ഇങ്ങനെ പൂർത്ത് പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വലത് കാല് ഭാഗം ഈ ചുമര് ഭാഗത്ത് അമർത്തിയിട്ട് ഇങ്ങനെ ഒരൊറ്റ പോകാം. കുറേ ദൂരം നമുക്ക് ഒന്നും ചെയ്യാണ്ട് പോകാൻ വേണ്ടി പറ്റും. ഒന്ന് കാണിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? ക്ലിയർ ആയിട്ട് മേലെ 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 കൈഭാഗം കൂർത്ത് പിടിക്കുക. വലത് കാല് അതിന് ചാരി അമർത്തി പിടിച്ചിട്ട് എത്രത്തോളം പോകാൻ പറ്റും അത്രത്തോളം ഞാൻ പോട്ടെ